ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെന്നൈ എയിംസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ കുത്തുവഴി കോതമംഗലം. നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ലോവർ പോർഷനിൽ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പാനൽ വർക്ക് പോലെ രണ്ട് സൈഡിലും ക്രോഷ്യോ ലേസും അറ്റാച്ച്ഡാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്, നന്നായിട്ട് ഒതുങ്ങി കിടക്കും. അതിൻ്റെ റേറ്റ് വരുന്നത് 2980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു സിൽക്ക് ഫീൽഡിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിൻ്റെ അതേ സൂപ്പർ നെറ്റിൽ, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ നെറ്റാണ്. സൂപ്പർ നെറ്റിൽ ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ട, സെയിം ടോണിൽ വരുന്ന ബോട്ടം. 2980. അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. ഭയങ്കര ഡാർക്ക് നേവി ബ്ലൂ അല്ല, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇതേപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ, നല്ല മെറ്റീരിയലാണ്. ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നല്ലൊരു ചെറിയൊരു സിൽക്കിൻ്റെ ഫിനിഷിൽ വരുന്ന മെറ്റീരിയൽ. അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ്. മെറൂൺ, ഇതാണ് ദുപ്പട്ട വരുന്നത്. മെറൂണിലൊരു ബേജ്, ഡാർക്ക് ബേജ്, ലൈറ്റ് ബേജ്, ആ ഒരു ടോണിലാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, സെയിം ടോണിൽ വരുന്ന ബോട്ടം. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ടോണിൽ ഇതും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാണ്. സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2380. നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ ഇതിൻ്റെ. അതിനകത്തേ കൂടെ ഇതും ഒരു സിൽക്ക് മെറ്റീരിയലിൻ്റെ ഒരു സിൽക്ക് ഫിനിഷിൽ നിൽക്കുന്ന മെറ്റീരിയലാണ്. അതിനകത്ത് യോക്കിൽ ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ ഒക്കെ പോലെ ഒരു ത്രെഡ് വീവ് ബോഡിയിൽ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും, ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. നല്ലൊരു പിങ്ക് ടോണാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്, പിങ്ക്. നല്ലൊരു സിൽക്ക് ഫിനിഷിൽ വരുന്ന മെറ്റീരിയൽ. ദുപ്പട്ട വരുന്നത് ഇതേപോലെ കോട്ട സിൽക്കിൽ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട. കോട്ട സിൽക്കിൽ, അതുകൊണ്ട് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കോട്ട സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രേ, അല്പം ഒരു ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത പോലെയുള്ളൊരു ഗ്രേ ഇല്ല, അങ്ങനത്തെ ആട്ടോ. ഒരു ഗ്രീനിഷ് ടോണാണ് കൂടുതലും. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റ്സ് ഇതൊക്കെ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പീച്ച് ടോൺ. പീച്ചില് മെറ്റീരിയൽ സെയിം തന്നെ. ഇതിൻ്റെ യോക്കിൽ വീനെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. ഇങ്ങനെ ബീഡ്സിൻ്റെ ഒരു വർക്കും ത്രെഡിൻ്റെ എംബ്രോയിഡറിയും കൂടെയുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഒരു സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ ഒരു ബ്രിക്ക് ഷെയ്ഡും പീച്ച് ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു ദുപ്പട്ട. അതിനകത്ത് നമ്മുടെ ഈ വർക്കിൽ വന്നിരിക്കുന്ന അതേ ടോണിൽ വരുന്ന ബോട്ടം. അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച പാറ്റേണിൽ തന്നെ ഒരു ഡസ്റ്റി പീച്ച് ടോൺ. നല്ല ഭംഗിയുള്ള ഒരു കളറ്, ഡസ്റ്റി പീച്ച്. അതിനകത്ത് ഇതേപോലെ ബീഡ്സിൻ്റെയും ത്രെഡിൻ്റെയും കൂടെ വർക്ക്. അതേപോലെ തന്നെ വരുന്ന കോട്ട സിൽക്കിൽ എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇപ്പോഴാട്ടോ കറക്റ്റ് കളറ്. ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും. നമ്മുടെ ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ വെബ്സൈറ്റ് വഴിയും വാട്സപ്പ് വഴിയും പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് ലിങ്ക് ainsboutique.com ആണ്. വാട്സപ്പ് നമ്പർ 9074244276. നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുള്ളൂ. അടുത്തത് വരുന്നത് ഒരു ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1890. ഇതൊരു ലൈറ്റ് ലാവൻഡർ ടോൺ. ആ ലാവൻഡർ ടോണിൽ ഇതേപോലെ ബോഡിയിൽ ചെറുതായിട്ട് ഇങ്ങനെ
ഒരു ഗോൾഡൻ സെറിയുടെ ഉണ്ട്, ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ, ഒരു ത്രെഡ് വ്യൂ ഡിസൈൻ അങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ലാവൻഡർ അല്ല, ലാവൻഡറിൻ്റെ നല്ലൊരു ടോൺ. അത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരും. ഇതൊരു കോപ്പറിൻ്റെ ഒരു വ്യൂ പാറ്റേൺ ആണ് ഈ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബോട്ടം വീനെക്ക് പാറ്റേണിൽ കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്ത് നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഒരു പിങ്ക്, അതിൻ്റെ പിങ്ക് ടോൺ, നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ടോൺ. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ദുപ്പട്ട നല്ല റിച്ച് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാട്ടോ. ആ ദുപ്പട്ടയിലും അങ്ങനെ ആ ഒരു കോപ്പർ ബോഡിയിൽ വന്നിരിക്കുന്ന ഗോൾഡൻ അല്ല, ഈ ഒരു കോപ്പറിൻ്റെ ഒരു ത്രെഡ് വീവാണ്. പിന്നെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ കോപ്പറിൻ്റെ ആ ഒരു ത്രെഡ് വീവും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് എന്ന് പറയാതെ ഏകദേശം അതുപോലെയുള്ളൊരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ചന്തേരി ഫീൽഡ് വരുന്ന ഒരു മെറ്റീരിയൽ. ഇതൊരു ഗ്രേയിഷ് ടോൺ. അതിനകത്ത് ഇതേപോലെ യോക്കിൽ ഇങ്ങനെയൊരു വർക്കും അതേപോലെ തന്നെ ഒരു ബീഡ്സിൻ്റെ വർക്കും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2880. ദുപ്പട്ട വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയിൽ ഇതേപോലെ നല്ല പോയിൻറ്റഡ് എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ദുപ്പട്ട. ഇതൊരു ഗ്രീനിഷ് ടോൺ ആണ് കേട്ടോ, എക്സാക്റ്റ് ഗ്രേ അല്ല, ഒരു ഗ്രീനിഷ് ടോൺ ചേർന്നിട്ടുള്ള ഒരു ഗ്രേ. അടുത്തത് വരുന്നത് ഇതും ഒരു ഗ്രീനിഷ് ടോൺ, ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. അതിൻ്റെ യോക്ക് ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ചന്തേരിയിൽ വരുന്നിരിക്കുന്ന സെറ്റാണ്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2690. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്? ഓർഗൻസയിൽ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് ഇങ്ങോട്ടൊരു ഓഫ് വൈറ്റും സെൻറ്റർ പോർഷനിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണും. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്, സെയിം ടോണിൽ വരുന്ന ബോട്ടം. അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. ഇത് ചിലപ്പോൾ വീഡിയോയിൽ ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു ലൈറ്റർ ഒരു ബ്ലൂ ടോണാണ്. ബ്ലൂ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത്. അതേപോലെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത്. ഒന്നുകൂടെ മടക്കിയിട്ടപ്പോൾ ദുപ്പട്ടയുടെ കറക്റ്റ് കളർ ആ ഒരു ലൈറ്റർ ബ്ലൂ ടോണാണ് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെ ഒരു സ്കാലപ്പ് ഡിസൈൻ എൻ പോർഷനിൽ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരും. അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഒന്നുകൂടെ മടക്കിയിടാം അപ്പോൾ കറക്റ്റ് കളറ് ഇങ്ങനെയാണ്. പിങ്ക് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ടോൺ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ടിരിക്കുക കേട്ടോ. അതിൻ്റെ കറക്റ്റ് കളർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയുടെ ദുപ്പട്ടയാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ് സെറ്റ്സ് ഇതെല്ലാം. അടുത്തത് വരുന്നത് ഇത് നമുക്ക് വൈറ്റിൽ വരുന്ന ഓർഗൻസയിൽ വരുന്ന സെറ്റ്. വൈറ്റിൽ ഒരു ഗ്രീനിഷ് ടോൺ, അതായത് ഒരു ചെറുപയർ പച്ചയുടെ ഒക്കെ ആ ഒരു ഗ്രീനിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ വരും. ബോഡിയിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. 1680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനകത്ത് സെയിം ടോണിൽ വരുന്ന ഈ വൈറ്റിന് വൈറ്റ് ലൈനിങ്ങും ബോട്ടം ഇങ്ങനെ കോൺട്രാസ്റ്റിൽ, അതായത് ആ ഡിസൈനിൻ്റെ കളറിൽ വരുന്ന ബോട്ടവും അറ്റാച്ച്ഡ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും നല്ല സോഫ്റ്റ് ഓർഗൻസയിൽ ഇതേപോലെ തന്നെ ബോഡിയിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക്. ലോവർ പോർഷനിലും ദുപ്പട്ടയുടെ ലോവർ പോർഷനിലും ഇതുപോലെ തന്നെ ഡിസൈൻ വരുന്ന സെറ്റ്സ്. 1680. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ബ്രൗൺ ലൈറ്റ്, ഒരു ബ്രൗൺ ടോൺ പോലെ ഒരു ബ്രൗൺ പിങ്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോണിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ആ ടോണിൽ തന്നെ വരുന്ന ബോട്ടം ആൻഡ് ലൈനിങ് വൈറ്റ് കളറിലുള്ള ലൈനിങ്ങും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ
ദുപ്പട്ട. ദുപ്പട്ടയിൽ ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ എംബ്രോയിഡറി, ലോവർ പോർഷനിൽ ഇതേപോലെ ഡിസൈൻ വരും. നല്ല ഭംഗിയുള്ള സെറ്റ്സ്. നമുക്ക് ആദ്യ കുർബാനയോ ബാപ്റ്റിസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകൾ. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ലോവർ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ലാവൻഡർ പർപ്പിൾ ടോൺ ഇങ്ങനെ വരും. ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ എൻ പോർഷനിൽ ഇതേപോലെ വരും. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. ലോവർ പോർഷൻ വരുമ്പോൾ ഒരു പേസ്റ്റൽ ഗ്രീൻ, ആ സെയിം ഗ്രീനിൽ തന്നെ വരുന്ന ബോട്ടം ആൻഡ് വൈറ്റ് കളറിലുള്ള ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.